ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ സ്നോബോൾ മെത്തേഡ്. ചെറിയ തുടക്കങ്ങൾ വലിയ വിജയങ്ങളാകുന്ന രഹസ്യം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില ലക്ഷ്യങ്ങൾ അത്രയും വലുതായി തോന്നും. അവയുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സ് ക്ഷീണിച്ചു പോകും. ഒരു വലിയ കടമടയ്ക്കണം, വർഷങ്ങളായ അടിഞ്ഞുകൂടിയ ഒരു മോശം ശീലം മാറ്റണം, വായന, വ്യായാമം, പണം സംരക്ഷിക്കൽ, കരിയർ വളർച്ച, എന്തായാലും പല കാര്യങ്ങളും നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഭയപ്പെടുത്തുന്നു. പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്, വലിയ വിജയങ്ങൾ നേടാൻ വലിയ തുടക്കങ്ങളാണ് വേണ്ടത് എന്ന്. എന്നാൽ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന സത്യം അതിന് തികച്ചും വിരുദ്ധമാണ്. വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ടോ ഒരു ഒറ്റ തീരുമാനത്തിലൂടെയോ ഉണ്ടാകുന്നില്ല. അവയെല്ലാം ആരംഭിക്കുന്നത് ഒരു ചെറിയ തീരുമാനത്തിൽ നിന്നാണ്, ചെറിയ ചുവടിൽ നിന്നാണ്, ചെറിയ വിജയത്തിൽ നിന്നാണ്. അതാണ് സ്നോബോൾ മെത്തേഡ് എന്ന ആശയത്തിൻ്റെ ഹൃദയം. മഞ്ഞ് നിറഞ്ഞ ഒരു മലമുകളിൽ മലമുകളുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കയ്യിൽ പിടിക്കുന്നത്ര ചെറിയ ഒരു മഞ്ഞ് പന്ത് മലമുകളിൽ വയ്ക്കുന്നു. ആദ്യം അത് വളരെ ചെറുതാണ്, അതിൽ ശക്തിയില്ല, അതിൽ പ്രത്യേകതകളില്ല. അതിനെ നോക്കുമ്പോൾ അത് ഒരിക്കലും വലിയതാകുമെന്ന് തോന്നുന്നുമില്ല. പക്ഷേ അത് പതുക്കെ താഴേക്ക് ഉരുളാൻ തുടങ്ങുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു. വഴിയിലൂടെ കൂടുതൽ മഞ്ഞ് അതിൽ ഒട്ടിച്ചേരുന്നു, അത് വലുതാകുന്നു, വേഗം കൂടുന്നു, ഭാരം കൂടുന്നു. ഒടുവിൽ ആദ്യം കയ്യിൽ ഒതുങ്ങിയിരുന്ന ആ ചെറിയ മഞ്ഞ് പന്ത് തന്നെ ഒരു വലിയ ശക്തിയായി മാറുന്നു. ജീവിതത്തിലെ പുരോഗതി ഇങ്ങനെയാണ്. ചെറിയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുമ്പോൾ അവ വലിയ ഫലങ്ങളായി മാറുന്നു. ഇതാണ് സ്നോബോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ജീവിതം മുഴുവൻ ഒരു ദിവസം കൊണ്ട് ശരിയാക്കേണ്ടതില്ല. നിങ്ങളുടെ ലക്ഷ്യം മുഴുവൻ ഇന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതില്ല. മാറ്റം വേണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു വലിയ ചാട്ടമല്ല, ഒരു ചെറിയ തുടക്കമാണ്. ഈ രീതി അത്ര ശക്തിയുള്ളത് എന്തുകൊണ്ടാണ്? കാരണം ഇത് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവത്തോടാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരേ സമയം എല്ലാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം അതിനെ ഒരു ഭാരം പോലെ കാണുന്നു. ഇത് വളരെ വലുതാണ്, ഇത് വളരെ ബുദ്ധിമുട്ടാണ് എന്നൊരു ഭയം ഉള്ളിലുയരും. അതോടെ മനസ്സ് നീട്ടിവെക്കും. നാളെ തുടങ്ങാം എന്ന് പറയും. ഇപ്പോൾ സമയം ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മെ തന്നെ അത് വഞ്ചിക്കും. പക്ഷേ ഒരു വലിയ ലക്ഷ്യത്തെ ചെറിയ ഭാഗങ്ങളായി ചുരുക്കുമ്പോൾ കഥ മാറുന്നു. ഒരു പുസ്തകം മുഴുവൻ വായിക്കണം എന്നതിന് പകരം ഇന്ന് 5 പേജ് മാത്രം വായിക്കാം എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാകും. വീട് മുഴുവൻ വൃത്തിയാക്കണം എന്നതിന് പകരം ഈ മേശ മാത്രം ഒന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകും. എനിക്ക് ശരീരഭാഗം കുറയ്ക്കണം എന്നതിന് പകരം ഇന്ന് 10 മിനിറ്റ് നടക്കാമെന്ന് പറഞ്ഞാൽ മനസ്സ് അതിനെ സ്വീകരിക്കും. ഇവിടെ സംഭവിക്കുന്നത് വെറും ജോലി പൂർത്തിയാക്കൽ മാത്രമല്ല, അതിലും പ്രധാനപ്പെട്ട ഒന്നാണ്. മൊമെൻറ്റം രൂപപ്പെടുന്നു. നിങ്ങൾ ചെറിയൊരു പ്രവൃത്തി പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വിജയബോധം ജനിക്കുന്നു. എനിക്ക് കഴിയും എന്നൊരു ശബ്ദം ഉള്ളിൽ കേൾക്കാൻ തുടങ്ങും. ആ ചെറിയ ആത്മവിശ്വാസം അടുത്ത ചുവടിലേക്ക് നിങ്ങളെ നയിക്കും, അടുത്ത ചുവട് മറ്റൊന്നിലേക്ക് നയിക്കും. ഇങ്ങനെ ചെറിയ വിജയങ്ങൾ ചേർന്ന് വലിയ മുന്നേറ്റമായി മാറും. അതുകൊണ്ടാണ് സ്നോബോൾ മെത്തേഡ് ഒരു പ്രൊഡക്ടിവിറ്റി ട്രിക്ക് മാത്രമല്ല, ഇത് ജീവിതം പുനർനിർമ്മിക്കുന്ന ഒരു മനോഭാവം കൂടിയാണ്. ഉദാഹരണത്തിന്
കടബാധ്യതയിൽപ്പെട്ട ഒരാളെ ചിന്തിക്കുക. അവർ തൻ്റെ മൊത്തം കടം മാത്രം നോക്കിയാൽ അത് ഒരു പർവ്വതം പോലെ തോന്നും. ആ കാഴ്ച തന്നെ അവന് തളർത്തും. പക്ഷേ അവൻ ഏറ്റവും ചെറിയ കടം ആദ്യം അടയ്ക്കാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? ആദ്യ കടം തീർന്നതോടെ അവന് ഒരു വിജയം അനുഭവപ്പെടും. ഞാൻ മുന്നോട്ട് പോകുന്നു എന്നൊരു ബോധം അവന് വരും. അതോടെ അടുത്ത കടവും കൈകാര്യം ചെയ്യാൻ ധൈര്യം ലഭിക്കും. പിന്നെ അടുത്തത്, പിന്നെ അതിനടുത്തത്. കടം ഒരു ദിവസം കൊണ്ട് മാറിയില്ലെങ്കിലും അവൻ മാറി, അവൻ്റെ മനസ്സ് മാറി, ആത്മവിശ്വാസം മാറി, മുന്നോട്ട് പോകാനുള്ള ശക്തി വർദ്ധിച്ചു. അപ്പോൾ ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിലും ഇതേ നിയമം ബാധകമാണ്. പലരും പുതുവർഷം വരുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്: ഇനി മുതൽ ഞാൻ ദിവസവും 2 മണിക്കൂർ ജിമ്മിൽ പോകും, പൂർണ്ണ ഡയറ്റിങ് പാലിക്കും, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, ജീവിതം മാറ്റിമറിക്കാം. കേൾക്കാൻ വളരെ പ്രചോദനകരമാണ്. പക്ഷെ പലപ്പോഴും അത് 3 ദിവസത്തിനുള്ളിൽ തന്നെ തകരും. കാരണം ആ തീരുമാനം മനോഹരമായാലും അത് നിലനിർത്താൻ വേണ്ട മാനസിക അടിസ്ഥാനമില്ല. ഇതിന് പകരം ഒരാൾ പറഞ്ഞാൽ, ഇന്ന് ഞാൻ വെറും 10 മിനിറ്റ് നടക്കും, അത് ചെറിയതാണ് പക്ഷേ സാധ്യമാണ്. 10 മിനിറ്റ് 15 മിനിറ്റ് ആകും, 15 20 മിനിറ്റ് ആകും. ഒരു ദിവസം നടന്നത് ഒരു ശീലമാകും. ആ അത് ഒരു ജീവിത രീതിയുമാകും. ജീവിത രീതി ശരീരത്തെയും മനസ്സിനെയും മാറ്റിത്തീർക്കും. ഇതാണ് സ്നോബോൾ മെത്തേഡിൻ്റെ അത്ഭുതം. അത് നമ്മെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നില്ല, പക്ഷേ തുടർച്ചയായ ചെറിയ ചുവടുകളിലൂടെ നമ്മെ പൂർണ്ണമായി മാറ്റുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ